Welcome guys, welcome to the second section of this chapter, National Income Accounting. So we are in the last session we just introduced some concepts, final goods. Then what else we introduced? Final goods, we talked about final goods, then intermediate goods, then stack and flow, and a common measuring rod and things like that. So in this chapter we are going back to discussion of final output. Or final output നമ്മൾ മൊത്തത്തിലും അവസാനത്തിൽ വരുന്ന നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതാണ് ഈ നാഷണൽ ഇൻകം എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റിൽ വി ആർ നോട്ട് ഇൻ ടു നാഷണൽ ഇൻകത്തിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ അതിലേക്ക് എത്താനുള്ള കുറച്ച് സ്റ്റെപ്സ് ഇങ്ങനെ എടുത്തു വെക്കുകയാണ്. സോ ദിസ് കോൺസെപ്റ്റ് ദാറ്റ് ഈസ് വാട്ട് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നെല്ലാം ഇങ്ങനെ നോർമലി കേൾക്കാറുണ്ട്. ബട്ട് ഈ ചാപ്റ്ററിൽ നമ്മുടെ എക്കണോമിക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ it's a part of our final output that comprises of capital goods. ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ അഡിഷനെയാണ് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. സോ ക്യാപിറ്റൽ ഗുഡ്സ് കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുക, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി. ക്യാപിറ്റൽ ഗുഡ്സ് കുറയുകയാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. സോ ദ ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വട്ട് പ്യുവർലി റിലേറ്റഡ് ടു ക്യാപിറ്റൽ ഗുഡ്സ്. നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ എല്ലാം അഡീഷനാണ്. അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഫർദർ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഗുഡ്സ്, ആ ഗുഡ്സിലേക്കുള്ള അഡീഷൻ എങ്കിൽ അതിൻ്റെ സ്റ്റോക്കിൽ വരുന്ന വ്യത്യാസത്തെയാണ് അതിൻ്റെ സ്റ്റോക്ക് അഡീഷനാണ് നമ്മൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ എന്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് വാട്ട് ഈസ് ക്യാപിറ്റൽ ഗുഡ്സിൽ ഉണ്ടാകുന്ന അഡീഷൻ അല്ലെങ്കിൽ കുറയൽ കൂടുതൽ, അതിനെയാണ് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ മെഷീൻസ്, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മെഷീൻസ്, ഒരു എക്കണോമിയിലെ മെഷീൻസിൻ്റെ എണ്ണം കൂടുന്നു. നമ്മൾ കൂടുതൽ മെഷീൻ വാങ്ങുമ്പോൾ നമ്മുടെ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. സോ സിമ്പിൾ ആസ് ദാറ്റ്. സോ there is some peculiarity with this machines. Machine will undergo wear and tear. നമുക്കെല്ലാം അറിയാം, എല്ലാ മെഷീനിനും ഒരു ലൈഫ് ഉണ്ട്. ഓരോ വർഷവും ആ മെഷീൻ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറുങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ റേറ്റും ഓരോ മെഷീനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. എങ്കിലും ആ ഒരു മെഷീനിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിന് നമ്മൾ പറയുന്ന ടേമാണ് ഡിപ്രീസിയേഷൻ. സോ ഡിപ്രീസിയേഷൻ മീൻസ് the wear and tear that is happening to our machines. So നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന ഒരു ക്യാപിറ്റൽ ഗുഡ്സിൽ ഒരു അഡീഷൻ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, സോ ഒരു ഗ്രോസ് ടേംസിൽ ഒരു 10 മെഷീൻ കൂടി. ഓക്കെ, ആ 10 മെഷീൻ കൂടി എന്ന് പറയുമ്പോൾ നമ്മളെ ഗ്രോസ് ടേംസിൽ അത് ശരിയാണ്. എത്ര മെഷീനാണ് കൂടിയത്, ഗ്രോസ് ഇൻവെന്ററി തമ്മിൽ ആ 10 മെഷീൻ കൂടിയാണ്. പക്ഷെ ആ 10 മെഷീൻ കൂടി എന്ന് പറയുമ്പോൾ ആ ഒരു വർഷത്തിലാണ് ആ 10 മെഷീൻ കൂടിയെങ്കിൽ ആ ഒരു വർഷത്തിൽ ആ മെഷീനിൻ്റെ കപ്പാസിറ്റിയിൽ ഉണ്ടായ ഒരു കുറവുണ്ടല്ലോ, അതായത് മെഷീൻ്റെ ലൈഫിലേക്ക് സംഭവിച്ച ഒരു ടി വി ഒരു 5 years ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു ടി വി അല്ലെങ്കിൽ പുതിയ 2 TV വാങ്ങി. നമുക്കൊരു 5 TV ഉണ്ടായിരുന്നു, പുതിയ 2 TVയും കൂടി നമ്മൾ വാങ്ങി. നമുക്ക് ടോട്ടൽ ഇപ്പോൾ 7 TV ഉണ്ട്, ശരിയാണ്. പക്ഷെങ്കിൽ ഈ 5 വർഷം ലൈഫുള്ള TVൻ്റെ ഒരു വർഷം അങ്ങ് നഷ്ടപ്പെട്ടില്ലേ? we cannot say that 5 വർഷം തന്നെയാണെന്ന്. പക്ഷെങ്കിൽ ഈ 5 TV ഉണ്ടല്ലോ, നമ്മൾ പുതിയ 2 TV വാങ്ങി, പക്ഷെങ്കിൽ ഉണ്ടായിരുന്ന ഈ 5 TVയുടെ ലൈഫിൽ നിന്ന് കുറച്ച് നമുക്ക് നഷ്ടപ്പെട്ടു. സോ എ wear and tear is happening to that. അപ്പോൾ the capacity of the other TVs is reducing. അപ്പോൾ ഏതൊരു മെഷീനാണെങ്കിലും, ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന മെഷീനാണെങ്കിൽ ആ മെഷീൻ ഒരു 10-12 വർഷമേ വർക്ക് ചെയ്യൂ. ഓരോ വർഷവും അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദ റേറ്റ് അറ്റ് ആ നശിച്ചുകൊണ്ടിരിക്കുന്ന അതിന് നമ്മളൊരു വിലയിടുന്നു. അല്ലെങ്കിൽ എന്താണ്, ആ മെഷീൻ്റെ ഒരു 1/10 10% ഓരോ കൊല്ലവും നശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 5% ഓരോ കൊല്ലം നശിക്കുന്നുണ്ട്. ആ 5% 10%-നെയാണ് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ എന്നുകൊണ്ട് വിളിക്കുന്നത്. സോ ദെൻ വി ആർ ഇൻട്രൊഡ്യൂസ്. അപ്പം നമ്മുടെ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? നമ്മൾ പറഞ്ഞ 5 TV ഉണ്ട്, 2 TV പുതിയ വാങ്ങുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മളെടുത്ത് 7 TV ഉണ്ടായോ? 7 TV ഇപ്പം നമ്മളെടുത്ത് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആ നശിച്ചു പോകുന്ന ഒരു ഇതുണ്ടല്ലോ, ഈ wear and tear, അതായത് ഈ wear and tear നമ്മൾ കുറയ്ക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ യഥാർത്ഥ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ആ മെഷീൻ നശിച്ചു പോകുന്നതിൻ്റെ
ഒരളവും കൂടിയും നമ്മൾ കുറയ്ക്കണം. ആ മെഷീൻ്റെ നശിച്ചു പോകുന്ന ഓരോ വർഷം എന്നുള്ളതല്ല, എപ്പോഴാണെങ്കിലും അതിൻ്റെ ആ ഒരു ലൈഫിൽ ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ വെയർ ആൻഡ് ടെയർ നമ്മൾ കുറയ്ക്കണം. സോ അതിന് അപ്പോൾ ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് ഗ്രോസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഉണ്ടാകുന്ന ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് ഡെപ്രീസിയേഷൻ നമ്മൾ കുറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. See, this is something which you guys have to note down. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത് ആവശ്യമായിട്ട് വരും. ഈ നെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടണമെങ്കിൽ ഈ ഗ്രോസ് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. നെറ്റ് കിട്ടണമെങ്കിൽ ഗ്രോസ് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. സോ ദാറ്റ്സ് എ ബേസിക് ദാറ്റ് ക്യാൻ ഗോ വിത്ത് എനിത്തിങ്. GDP ആണെങ്കിൽ നെറ്റ് ഇത് കിട്ടണമെങ്കിൽ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. GNP നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് GNP NNP കിട്ടണമെങ്കിൽ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. വി വിൽ ഡിസ്കസ് അബൌട്ട് GNP GDP ആൻഡ് ഓൾ ഇൻ ദ കമ്മിങ് സെഷൻസ്. ബട്ട് ജസ്റ്റ് ടു ഹാവ് എൻ ഐഡിയ ദാറ്റ് ഈ നെറ്റ് ഈ ഗ്രോസ് നമുക്ക് നെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ദാറ്റ്സ് ബേസിക് ഐഡിയ യു ഷുഡ് ഹാവ് ഇൻ യുവർ മൈൻഡ്. സോ കം ബാക്ക് ടു അവർ പോയിന്റ്. വാട്ട് മൈ ഹോൾ പോയിന്റ് ഈസ് ദാറ്റ് ഈ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു മെഷീൻ്റെ അഡിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിപ്രീസിയേഷനും കൂടിയും കുറച്ചാലേ നമ്മുടെ മൊത്തത്തിൽ നെറ്റ് എന്ന് പറയുമ്പോൾ എന്താ നെറ്റ്, അതായത് മൊത്തത്തിലുണ്ടായ ഒരു അഡിഷൻ അല്ല, ആ ടി വിയുടെ ലൈഫും കൂടിയും കുറഞ്ഞു. ഒരു വർഷം കൊണ്ടുണ്ടായപ്പോൾ ആ ടി വി ഉപയോഗിച്ചതിലൂടെ ആ ടി വിക്ക് പറ്റിയ നഷ്ടം കൂടിയും നമ്മൾ എന്താക്കി കുറച്ചു. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ വി ആർ ഫോർ ഇറ്റ് ഇസ് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ അഡിഷൻ ആണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നു. സോ ദാറ്റ് ടി വി ഈസ് നോട്ട് എ ക്യാപിറ്റൽ ഗുഡ്, ഓക്കെ, ബട്ട് ഐ എം ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് എൻ എക്സാമ്പിൾ ഓഫ് ടി വി. സോ നമ്മുടെ മെഷീൻസിൽ നമ്മൾ ആ മെഷീൻ്റെ ഡിപ്രീസിയേഷനും കൂടി നമ്മൾ കുറച്ചു. സോ ആ ഡിപ്രീസിയേഷനും കൂടി കുറച്ചപ്പോൾ നമ്മുടെ മൊത്തത്തിൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് എന്നാണ് നമുക്ക് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലായത്. സോ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് depreciation. You should have a clear idea what is this term. Depreciation means it's a wear and tear happening, അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാല്യൂ, ആ ഒരു മൊത്തത്തിൽ ആ മെഷീൻ്റെ ലൈഫിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കപ്പാസിറ്റി, ആ ഒരു രീതിയിലാണ് എന്താവുക ഡിപ്രീസിയേഷൻ ദ മീനിങ്. സോ വൺസ് അഗെയിൻ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. Okay, we are further looking into this term what depreciation. ഈ ഡിപ്രീസിയേഷനിലേക്ക് നമ്മൾ കുറച്ചുകൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. So as I said, if a machine ഈ മെഷീന് ഒരു 5 വർഷം കൊണ്ട് ആ മെഷീൻ നശിക്കുന്നു, സോ അല്ലെങ്കിൽ 10 years, സോ വിത്തിൻ 10 years or 20 years this machine is what being wear and tear സംഭവിച്ചുകൊണ്ട് ആ മെഷീൻ നശിച്ചു പോവാണ്. സോ നമ്മൾ ഇതിനെ നമ്മൾ വർഷത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വി ആർ കാൽക്കുലേറ്റിംഗ് ഇറ്റ് ഇൻ ഇയർ വൈസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So year wise we are calculating depreciation. So say the life of this machine, life of a machine is say 20 years. അപ്പോൾ ഒരു ഇയർലി ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷം എത്ര നശിക്കും? 5% നശിക്കും, അല്ലെങ്കിൽ 1/20 നശിച്ചു ഒരു വർഷം അല്ലേ? അല്ലെങ്കിൽ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കണമെങ്കിൽ 10 years ആണ് ലൈഫ് എങ്കിൽ ഒരു 10% നശിച്ചു പോകുന്നു. 10% is depreciating. So how I come into this conclusion of 10%? So അല്ലെങ്കിൽ 10 year ആണ് ലൈഫ് എങ്കിൽ ഇതിൻ്റെ 1 year നശിച്ചു പോകുന്നു, ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ 10% നശിച്ചു എന്ന് വെച്ചാൽ ഐ അസ്യൂം ദാറ്റ് ദിസ് ഇസ് യൂണിഫോം ആയിട്ടൊരു കോൺസ്റ്റൻറ്റ് ഡിപ്രീസിയേഷൻ ആണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതായത് ഒരു ടി വിക്ക് ആദ്യത്തെ വർഷം 10%, പിന്നത്തെ വർഷം പിന്നെയും 10%, പിന്നത്തെ വർഷം പിന്നെയും 10%. നോർമലി അങ്ങനെയല്ല ഒരു ക്യാപിറ്റൽ ഗുഡ് നശിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ വർഷം മെഷീൻ നല്ല കിടിലം പോലെ നിൽക്കും, ചിലപ്പോൾ 5% അങ്ങനെ നശിക്കൂ. രണ്ടാമത്തെ വർഷം ഒരു 5% നശിക്കും. ഒരു 3-4 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരൊറ്റ വർഷം തന്നെ 10, 15, 20 എല്ലാം നശിച്ചു പോകും. ഇറ്റ് ഡസൻ ഒരു യൂണിഫോം ആയിട്ട് 10 എന്നും പറഞ്ഞല്ല നശിക്കുന്നത്. മീൻസ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് എന്താണ്, ആദ്യത്തെ വർഷം കുറച്ച് നശിക്കുന്നുണ്ടാവാം, പിന്നെ കൂടുതലായിട്ട് ചില നേരത്തെ തിരിച്ചു പോകും. തുടക്കത്തിൽ കുറേ നശിച്ചു പോകും,
പിന്നെ അത് നല്ലവണ്ണം നിൽക്കാൻ തുടങ്ങും. എങ്ങനെ രീതിയിലും മെഷീൻ സംഭവിക്കും. സോ ഹിയർ ഐ അസ്യൂം ദാറ്റ് വാട്ട് this depreciation is uniform or constant. So to calculate this what to നമ്മൾ ഇയർ വൈസ് കാൽക്കുലേഷന് നമ്മൾ ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു യൂണിഫോം എന്താണ് ലൈഫ് ബൈ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇയർ പീരീഡും അതിൻ്റെ ലൈഫ് 5 വർഷമാണ് ഇതിൻ്റെ ലൈഫെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അതിൻ്റെ 20% നശിച്ചു, അല്ലെങ്കിൽ 10 വർഷമാണ് ലൈഫെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അതിൻ്റെ 10% നശിച്ചു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ വി നീഡ് ടു കാൽക്കുലേറ്റ്, റൈറ്റ്? സോ ദെൻ ഓൺലി വി ക്യാൻ കാൽക്കുലേറ്റ് അവർ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാവണേ, അല്ലെങ്കിൽ എന്തും നമുക്ക് എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായ അഡീഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായ കുറവ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ഹൗ ടു അക്കൗണ്ട് ദിസ് ഡിപ്രീസിയേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഒരു മെത്തേഡാണ് ഇതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തിട്ട് അത് യൂണിഫോമായിട്ട് ആണ് ഇത് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഡിപ്രീസിയേറ്റിംഗ് യൂണിഫോംലി. സോ വി ആർ കാൽക്കുലേറ്റിംഗ് ഇറ്റ് ഇൻ ദാറ്റ് വേ. സോ യു ഗൈസ് വിൽ ബി വണ്ടറിങ്, റൈറ്റ്, നമ്മളൊരു റിയൽ വേൾഡിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഷീൻ വന്നു, ഡിപ്രീസിയേഷൻ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ അഡിഷൻ സംഭവിച്ചു, ഡിപ്രീസിയേഷൻ ഇതിൻ്റെ ലൈഫ് ഇത്ര നശിച്ചു പോയി. ഇതെങ്ങനെയാണ് ഒരു അക്കൗണ്ടിങ് ടേംസിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ള ഒരു സംശയമാണ്. സേ ഡിപ്രീസിയേഷൻ നമ്മളൊരു ഡിപ്രീസിയേഷൻ 10% ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ 10% ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് അതിൻ്റെ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓരോ എക്സാമ്പിൾ, സേ ഒരു ഫേം മാത്രമല്ല ഒരു എക്കണോമിയിൽ ഉണ്ടാവുക. സേ ഒരു എക്കണോമിയിൽ 100 മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കാം. 100 മെഷീൻ ഉണ്ട്. ഈ 100 മെഷീനിൽ എല്ലാ മെഷീനും ഒരുമിച്ച് 10% നശിച്ച് പിന്നെ അത് 90 ആവുകയല്ല, 90 മെഷീൻ ആവുകയല്ല ചെയ്യുന്നത്. കാരണം ഈ ഓരോ മെഷീൻ്റെയും കുറച്ച് ഭാഗം അങ്ങ് നശിച്ചു പോവാണ് എല്ലാം അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മെഷീൻ്റെയും 10% കപ്പാസിറ്റി കുറഞ്ഞു. 10% ഈസ് ഡിപ്രീസിയേറ്റിംഗ്. അപ്പോൾ ആ എക്കണോമിയിൽ അതേസമയം ചില മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിട്ടുണ്ടാവും. ചില മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിട്ട് അവരൊരു 10 പുതിയത് വെക്കും, ഒരു 10 റീപ്ലേസ് ചെയ്യും. ചിലത് കംപ്ലീറ്റ് നമ്മളൊരു മെഷീനിൻ്റെ വേറെ എൻ്റയർ സംഭവിച്ചാൽ അതിൻ്റെ ഇപ്പോൾ ഒരു പുതിയ മെഷീൻ ഇപ്പം നശിച്ചു പോകുന്നത് നമ്മൾ കണക്കിൽ വരുത്തി, 10% കുറയുന്നത് നമ്മൾ കണക്കിൽ വരുത്തി. അപ്പം മൊത്തം നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൊത്തം ഒരു രാജ്യത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഒരു ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മളത് അക്കൗണ്ടിങ് ടേംസിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു 10% ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഈ 100 മെഷീൻ ഒരു രാജ്യത്തുണ്ടെങ്കിൽ 10 മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിട്ട് ഒരു പുതിയ ഒരു പുതിയ 10 മെഷീൻ അവർ വാങ്ങി വെച്ചിട്ടുണ്ടാവും പുതിയ. അപ്പം മൊത്തത്തിൽ ഈ 100ൻ്റെ 10% ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് 10 മെഷീൻ റീപ്ലേസ് ആവുന്നു, അതായത് 10 മെഷീൻ കംപ്ലീറ്റ്ലി വിടക്കായി പോയി റീപ്ലേസ് ആവുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് ടാലി ആവും. മനസ്സിലായോ? സോ ബിക്കോസ് ഇവിടെ 100-200ഓളം മെഷീൻസ് ഉണ്ടാവും, ആയിരക്കണക്കിന് മെഷീൻസ് ഉണ്ടാവും രാജ്യത്ത്. അവർ ഇത്ര ശതമാനം ഡിപ്രീസിയേഷൻസ്, ഒരു 5% ഡിപ്രീസിയേഷൻ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഇൻ റിയാലിറ്റി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ സമയം കംപ്ലീറ്റ്ലി നശിച്ചു പോയ മെഷീൻസിന് പകരം അവർ വേറെ പുതിയ മെഷീൻസ് വാങ്ങി വെക്കും. ആ വാങ്ങി വെക്കുന്ന മെഷീൻസും ഈ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ 10% ഡിപ്രീസിയേഷൻ എന്താവും, ടാലി ആയി പോകും. അങ്ങനെയാണ് ഈ ഡിപ്രീസിയേഷൻ നമ്മളൊരു അക്കൗണ്ടിങ് ടേംസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. Coming back to our discussion of what this final output. ഈ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഡിവൈഡഡ് ആണ്. ഫൈനൽ ഗുഡ്സ് 2 രീതിയിൽ ഡിവൈഡഡ് ആണ് നമ്മൾ പറഞ്ഞത്. കൺസപ്ഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും. ഈ കൺസപ്ഷനിൽ എന്ത് വരും, ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാവും. ഇതിൽ കൺസപ്ഷൻ എന്ന് പറയുമ്പോൾ വെറും ഗുഡ്സ് മാത്രമല്ല സർവീസസും ഉണ്ടാവും നമ്മൾ ഈ കൺസപ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് വേറെയുണ്ട്. സോ നമ്മുടെ കയ്യിൽ ഒരു നിശ്ചിത വില ഒരു പൈസയുണ്ട്. വി ആർ ഹാവിങ് സം എമൗണ്ട് ഓഫ് മണി.
സോ വി ക്യാൻ ഓൺലി ഇൻവെസ്റ്റ് ഇൻ, ഒന്നുകിൽ നമുക്കത് കൺസപ്ഷൻ ഗുഡ്സ് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ ഗുഡ്സിന് വേണ്ടി ഉപയോഗിക്കാം. സേ ദാറ്റ് വി കൻ ജസ്റ്റ് ബൈ സം അതർ ഗുഡ്സ്, നമുക്ക് കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം വാങ്ങി നമുക്ക് നമ്മളെ പൈസ തീർക്കാം, അല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങി നമ്മളെ ക്യാപിറ്റൽ ഗുഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ദർ ഇസ് എ ട്രേഡ് ഓഫ്. ട്രേഡ് ഓഫ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒന്നുണ്ടാവണമെങ്കിൽ മറ്റതിൽ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കണം, ഒന്ന് കൂട്ടണമെങ്കിൽ മറ്റേത്, ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്ന് നശിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ നശിച്ചു പോയാൽ ഒന്ന് കൂട്ടുമ്പോൾ ഒന്ന് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുന്നുണ്ട്. ആ ഒരു ട്രേഡ് ഓഫ് എന്ന് പറയാം. ഒരു രണ്ടും ഒരുപോലെ കൂട്ടാൻ പറ്റില്ല. കാരണം എന്താ? നമ്മുടെ കയ്യിൽ ഇൻകം ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. സോ ഇഫ് യു ആർ അബൌട്ട് ടു കൺസ്യൂം മോർ ദിസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ അവർ ക്യാപിറ്റൽ ഗുഡ് ഈസ് ട്രേഡഡ് ഓഫ്. വെൻ വി ആർ കൺസ്യൂമിങ് മോർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, അവർ കൺസംഷൻ ഗുഡ് ഈസ് being traded off. So there is a trade off between trade off. ഇത് നമ്മൾ ചോയ്സ് എന്നെല്ലാം ഒരു വാക്കിനോട് ഒരു സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു വാക്കാണ്. ഇറ്റ്സ് ഒരു എക്കണോമിക്സിൽ നോർമലി യൂസ് ചെയ്യുന്ന ഒരു സാധനം. ബട്ട് ട്രേഡ് ഓഫ് എന്താണ്? ഒന്നുകിൽ ഇത് രണ്ട് തമ്മിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ ചൂസ് ചെയ്യുമ്പോൾ ഇത് കുറയ്ക്കണം, ഇത് കൂടുതൽ ചൂസ് ചെയ്യുമ്പോൾ ഇത് കുറയ്ക്കണം. So there is a trade off between consumption good and capital goods. So when we decided to consume more of consumption goods, then we have to trade off our capital goods. So but നമ്മൾ say other scenario, നമ്മൾ capital goods കൂടുതൽ കൺസ്യൂം ചെയ്യാന്ന് വിചാരിച്ചു. we were investing in consuming more of capital good. സോ എന്താണ് ഈ ക്യാപിറ്റൽ ഗുഡ്സ് കൂടുതൽ കൺസ്യൂം ചെയ്യുക എന്നതിൻ്റെ ഒരർത്ഥം, അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് എന്താണ്? When we consume more capital goods, when we are consuming more capital goods, it leads to what? Production of more consumer goods. മനസ്സിലായോ? ബിക്കോസ് സേ വി ആർ കൺസ്യൂമിങ്, നമ്മളൊരു ബ്രെഡ് ഉണ്ടാക്കുന്ന മെഷീനാണ് കൂടുതൽ വാങ്ങിയത്. അപ്പോൾ ആ ബ്രെഡ് ഉണ്ടാക്കുന്ന മെഷീൻ കൊണ്ട് കൂടുതൽ ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. ബ്രെഡ് മേക്കിംഗ് മെഷീൻ, ഈ ബ്രെഡ് മേക്കിംഗ് മെഷീനെ കൊണ്ട്, ബ്രെഡ് മേക്കിംഗ് മെഷീനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ വി ക്യാൻ പ്രൊഡ്യൂസ് മോർ ബ്രെഡ്സ് നൗ. നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യുക എന്ന് വിചാരിക്കരുത്. ബിക്കോസ് earlier we said that what there is a trade off between our consumption goods and capital goods. But നമ്മൾ ആ കൺസപ്ഷൻ ഗുഡ്സ് കുറച്ച് വാങ്ങി ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാക്കുമ്പോൾ എന്താണ് ഇവൻച്വലി സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ്? കൂടുതലായിട്ട് ഈ കൺസ്യൂമർ ഗുഡ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ ഗുഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. സോ ഇവൻച്വലി ദിസ് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മോർ കൺസ്യൂമർ ഗുഡ്സ് തന്നെയാണ് നമുക്ക് തരുന്നത്. So a circular, if we are investing more on capital goods, again we will be getting more consumer goods. Just simple logic. നമ്മൾ കൂടുതൽ മെഷീൻ വാങ്ങുമ്പോൾ ആ മെഷീൻ ഉപയോഗിച്ച് കൂടുതൽ ഗുഡ്സ് ഉണ്ടാക്കുന്നു. Simple as that. So the investment in capital good is what? Giving us more of goods to consume. So we said about a circular flow that more of capital goods will eventually gives us more consumer goods. So ഈ സർക്കുലർ ഫ്ലോയിലേക്ക് നമുക്ക് വേറൊരു രീതിയിൽ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനി ശ്രമിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് ഈ ഗുഡ്സ് വാങ്ങണമെങ്കിൽ നമ്മൾ ഈ ദാറ്റ് there are so many consumer goods in this market which we have to consume, or അതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് ഇൻകം വേണം. സോ ഹൗ ഡു പീപ്പിൾ ഗെറ്റ് ഇൻകം? ഇങ്ങനെയാണ് ആളുകൾക്ക് വരുമാനം ഉണ്ടാവുന്നത്. ഹൗ ഡു ദേ ഗെറ്റ് ഇൻകം? ദേ ഗെറ്റ് ഇൻകം ത്രൂ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. വി ആർ ഡിസ്കസിങ് ദാറ്റ്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരുപാട് ആളുകൾ ഇൻവോൾവ് ആണ്. നമ്മൾ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നു, ആ സാധനം നമ്മൾ വിൽക്കുന്നു. സോ അതിലൂടെ നമുക്ക് എന്താണെന്നു ഇൻകം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ലാഭം ഉണ്ടാവുന്നു, ഇൻകം ഉണ്ടാവുന്നു. സോ ദാറ്റ്സ് ദ പ്രോസസ് ഹാപ്പനിങ് ഹിയർ. ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ ടു ജനറേറ്റ് വാട്ട്? ഇൻകം. സോ
ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സഹായിക്കുന്ന ഒരു ഫാക്ടേഴ്സിൽ നമ്മൾ ഭാഗമാവുക. ആ ഫാക്ടർ നമ്മൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കുറച്ച് ഇൻകം കിട്ടും. സോ വി ആർ ഡിസ്കസിങ് വാട്ട് ആർ ദോസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് വാട്ട്, ഇങ്ങനെ ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ എന്ന് പറയാനില്ല, ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഹ്യൂമൻ ലേബർ. നമ്മൾ ആ ഒരു കമ്പനിയിൽ പോയി നമ്മൾ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പാടത്ത് പോയി നമ്മൾ പണിയെടുക്കുന്നു. സോ വി ആർ ഗിവിങ് ഹ്യൂമൻ ലേബർ ആൻഡ് വി ആർ ഗെറ്റിംഗ് വാട്ട്? വി ആർ ഗെറ്റിംഗ് വേജ്. നമുക്ക് ശമ്പളം കിട്ടുന്നു. വി ആർ ഗെറ്റിംഗ് വേജ്. സോ വി ഹാവ് ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് വേജ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ ഇറ്റ്സെൽഫ്. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിലുള്ള ഒരു പൈസ ആർക്കെങ്കിലും ഒരു ക്യാപിറ്റൽ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കടം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. സി വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ് ഫോർ അവർ ക്യാപിറ്റൽ. നമുക്ക് ഈ ഫിക്സഡ് റിസോഴ്സസ്, നമ്മുടെ കയ്യിലുള്ളത് സ്ഥലം പോലത്തെ ഫിക്സഡ് റിസോഴ്സസ് ആണെങ്കിൽ ആ ലാൻഡിന് നമുക്കൊന്ന് ബിൽഡിങ്ങോ അതുപോലത്തെ എന്തെങ്കിലും സംഗതികളാണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടും? റെന്റ് കിട്ടും. അതുപോലെ വി ആർ എൻ ഓൺട്രപ്രണർഷിപ്പ്. നമ്മളിപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ മുതലാളിയാണ്. നമ്മൾ ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആൾക്ക് വാടക കൊടുക്കുന്നു, നമ്മൾ കടം വാങ്ങിയ ആളുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, അതിലെ പണിക്കാർക്ക് നമ്മൾ വേജ് കൊടുക്കുന്നു. പക്ഷേ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗുഡ്സ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നമ്മുടെ ലാഭം കിട്ടും. സോ ഇതാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് ആളുകൾക്ക് ഇൻകം ഉണ്ടാകുന്നത്. ബിക്കോസ് people are getting income through what? Human labor as wages, and from capital they are getting interest, and from land they are getting rent, and from entrepreneurship they are getting profit. Now we are introducing what a simple ഒരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഒരു സിംപ്ലിഫൈഡ് എക്കണോമിക് മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. We have said that factors of production ഇവർക്ക് ഇൻകം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ കുറച്ച് മോഡലിൽ നമ്മൾ കുറച്ച് അസംഷൻസ് ഉണ്ടാക്കുന്നു. സോ അസംഷൻസിൽ കുറച്ച് അസംഷൻസ് ഉണ്ടാക്കുന്ന ഒന്നാമത്തെ, ദേ സ്പെൻഡ് ഓൾ ദെയർ ഇൻകം. ഇവരുടെ മൊത്തം ഇൻകം ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസിൽ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൗസ് ഹോൾഡ്സ് ഡസൻറ്റ് സേവ്, അല്ലെങ്കിൽ അവർ ദേ ഡോണ്ട് സേവ്. ഇപ്പോൾ അവർക്ക് 100 രൂപ കിട്ടി, അവർക്ക് 100 രൂപ കിട്ടിയെങ്കിൽ, അതായത് ഇയാൾക്കൊരു 30, ഇയാൾക്കൊരു 40, ഇയാൾക്കൊരു 50, അങ്ങനെ ഇയാൾക്കൊരു 10, അങ്ങനെ ഒരു 100 രൂപ കിട്ടിയെങ്കിൽ, സോ ദേ ആർ സ്പെൻഡിങ് ദെയർ എൻറ്റയർ ഇൻകം ഓൺ ദിസ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ, ഇവരുണ്ടാക്കുന്ന എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ അവരുടെ ഒരു ഇൻകം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ സേവ് ചെയ്യുന്നുണ്ട്. അവർ തീരെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 100 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു 10 രൂപ എടുത്തു വെക്കുന്ന ഒരു പരിപാടിയില്ല. അവരെന്താണ് മൊത്തത്തിൽ ആ എമൗണ്ട് ഫുൾ അവർ സ്പെൻഡ് ചെയ്ത് തീർക്കും. അതുപോലെ ദേ ഡോണ്ട് പേ ടാക്സസ്. അങ്ങനെ എന്തില്ല, ടാക്സും കാര്യങ്ങളൊന്നും നമ്മൾ നോർമലി അസ്യൂം ചെയ്യുന്നില്ല. സോ ഇങ്ങനെ ഒരു സിംപ്ലിഫൈഡ് എക്കണോമിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഈ എക്കണോമിയിലെ മൊത്തം ആളുകളെ കിട്ടുന്ന വരുമാനം, അതായത് ഇവർക്ക് ഇത്രയും വരുമാനം കിട്ടുന്നത്, ആ വരുമാനം മൊത്തം ഇവർ ഗുഡ്സ് ആൻഡ് സർവീസിലേക്ക് സ്പെൻഡ് ചെയ്യാണ്. എങ്ങനെയാണ് ഇനി ഈ കമ്പനിക്ക് എങ്ങനെയാണ് മൊത്തത്തിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൽ ഇവരെത്രയാണോ സ്പെൻഡ് ചെയ്യുന്നത്, അല്ല ഇവർക്ക് എത്രയാണോ കിട്ടുന്നത്, ഇതെല്ലാം സെയിം ആവുകയാണ്. ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ബിക്കോസ് ഇവിടെ 4 ഫാക്ടേഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഈ ഇൻകം മൊത്തം ഇവരുടെ ഇവരെന്താണ്, ഇവരിവിടെ സ്പെൻഡ് ചെയ്യാണ് ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി. അപ്പോൾ ഈ മൊത്തം വരുമാനവും മൊത്തം ചെലവാക്കുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. Got it? Because we have assumed that they don't save, they don't pay taxes, they are spending everything on these goods and services produced. So ഈ മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇവർ മൊത്തം സ്പെൻഡ് ചെയ്ത്, അപ്പം എന്താണ് മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്തത്? ഈ മൊത്തം ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് വിൽ ബി വാട്ട്? ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇവരുടെ ഇൻകത്തിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ എക്സ്പെൻഡിച്ചറിന് തുല്യമായിരിക്കും. ഗോട്ട് ഇറ്റ്?
ഇൻകത്തിന് തുല്യമായിരിക്കും, എക്സ്പെൻഡിച്ചറിന് തുല്യമായിരിക്കും. അതുപോലെ ടോട്ടൽ പ്രൊഡക്ഷന്, ടോട്ടൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തതും ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തതും എല്ലാം ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഇവിടെ ഇവരുടെ വരുമാനം മൊത്തം ഇവർ ചിലവാക്കുന്നുണ്ട്. എന്തിനാണ് ഇവർ ചിലവാക്കുന്നത്? ഇവർ ചിലവാക്കുന്നത് ഈ ഗുഡ്സ് ആൻഡ് സർവീസിനാണ്. അപ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് മൊത്തം, ഈ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ വാല്യൂ എന്താണ്? ഇവരെത്രയാണോ ചിലവാക്കുന്നത് അതാണ് ഈ മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസിന്റെ വാല്യൂ. ഇവരിവിടെ എത്ര ഗുഡ്സ് ആൻഡ് സർവീസ്, ഇവിടെ ഒരു എക്കണോമിയിൽ ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് മൊത്തം ഇവർ വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് വാങ്ങാൻ കെൽപ്പുള്ള അത്ര ഗുഡ്സ് ആൻഡ് സർവീസ് അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഒന്നും സേവ് ചെയ്യാതെ ഇവർ മൊത്തത്തിൽ ഇവരെന്താക്കുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് ഇവർ വാങ്ങും, ഇവർ സ്പെൻഡ് ചെയ്ത് വാങ്ങും. അപ്പോൾ ഇവരെങ്ങനെയാണ് സ്പെൻഡിങ് നടത്തുന്നത്? ഇവരുടെ ഇൻകത്തിലൂടെയാണ്. ഇവരുടെ ഇൻകമാണ് എന്തുണ്ടാക്കുന്നത്, ഇവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇവർ സ്പെൻഡ് ചെയ്യും? ഈ ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാനുള്ളത് എത്രയാണോ അത്രയും ഇവർ സ്പെൻഡ് ചെയ്യും. സോ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇവരുടെ മൊത്തത്തിലുള്ള ഇൻകവും ഇവരുടെ എക്സ്പെൻഡിച്ചറും എല്ലാം എന്താണ്, സെയിം ആണ് ഒരു സിംപ്ലിഫൈഡ് എക്കണോമിയിൽ. ബിക്കോസ് ദേ ആർ സ്പെൻഡിങ് എവറിത്തിങ് ദേ ഹാവ് ഗോട്ട്. അവരുടെ മൊത്തം ഇൻകം ആണ് അവരുടെ മൊത്തം ചെലവ്, മൊത്തം എക്സ്പെൻഡിച്ചർ. ഈ മൊത്തം എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ആ എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് വാല്യൂസിൻ്റെ വാല്യൂവിന് തുല്യമാണ്. നമ്മൾ 100 രൂപയുടെ ഗുഡ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ 100 രൂപ അവർ ഇവിടെ ചിലവാക്കുന്നുണ്ട്. അവരിവിടെ ചിലവാക്കണമെങ്കിൽ അവർക്ക് 100 രൂപ കിട്ടണം. സോ എല്ലായിടത്തിലും ഈ 100 രൂപയാണ്. ഇപ്പോൾ 100 രൂപയുടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, 100 രൂപ വരുമാനം ഉണ്ടാക്കുന്നു, ആ 100 രൂപ ചിലവാക്കുന്നു. സോ അവർ ഒരു സർക്കുലർ ഫ്ലോയിലൂടെ അത് ഇങ്ങനെ പോവാണ്. ഇവർക്ക് എങ്ങനെ ഇൻകം കിട്ടുന്നത്? ഇവർക്ക് ഇൻകം കിട്ടണമെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ അവർ പാർട്ടാവണം. സോ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താ ചെയ്യുന്നത്? ഈ ഗുഡ്സ് ആൻഡ് സർവീസ് തിരിച്ച് ഈ ആളുകൾക്ക് തന്നെയാണ് വിൽക്കുന്നത്. ആരാണോ ഇവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത് അവർ തന്നെയാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് എന്താക്കുന്നത്, വിൽക്കുന്നതും. സോ അവര് മീൻസ് വാങ്ങുന്നത്, അവർ ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ്. ഇവിടെ പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ തന്നെ ഈ ബ്രെഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ബ്രെഡ് വാങ്ങുന്നത് ആരാണ്? അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ അത് വാങ്ങുന്നു. സോ സിംപ്ലിഫൈഡ് എക്കണോമിയിൽ പറയുമ്പോൾ ഒരു ബ്രെഡ് കമ്പനി എന്നുള്ള ഒരുപാട് ആളുകളെല്ലാം ഉണ്ടാവും. ജസ്റ്റ് ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് ഈ ഒരു സർക്കുലർ ഫ്ലോ ഇൻകം എത്രയാണോ ഇവർക്ക് കിട്ടുന്നത് മൊത്തം ഇവർ സ്പെൻഡ് ചെയ്യും. എത്രയാണോ ഇവർക്ക് സ്പെൻഡ് ചെയ്ത് അത് ടോട്ടൽ വാല്യൂവിന് പ്രൊഡ്യൂസ് ചെയ്തതിന് തുല്യമായിരിക്കും. അപ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നത്. അതായത് പ്രൊഡക്ഷൻ, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഈ ഹൗസ് ഹോൾഡ്സ് തന്നെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അതേ ഹൗസ് ഹോൾഡ്സ് തന്നെയാണ് എന്താകുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാങ്ങുന്നതും. അതേ ഹൗസ് ഹോൾഡ്സ് തന്നെയാണ് ഇൻകം കിട്ടുന്നത്. ഈ ഇൻകം എന്ന് പറയുമ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലൂടെയാണ് അവർക്ക് ഇൻകം കിട്ടുന്നത്. സോ ദർ ഈസ് എ സർക്കുലർ ഫ്ലോ. സോ വി വിൽ ക്ലിയർലി ലുക്കിംഗ് ഇൻടു ഒരു ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് എന്താക്കാം, ഈ സർക്കുലർ ഫ്ലോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇൻ ദിസ് സെഷൻ we discussed about what? We discussed about gross investment, and from this gross investment how we are calculating net investment. So there comes our key word, what? Depreciation. Then we discussed about trade-off between capital goods and consumer goods. Even though eventually we are investing in capital goods, it will leads to production of more consumer goods. So we said that there is a circular flow. Then we tried to introduce our factors of production. Then we said that factors of production will lead us to another circular flow. We haven't yet reached that, how to draw that circular flow. Then from that factors of production we talked about what? Expenditure, or simplified economy. We introduced a simplified economy where everything is saved. No, nothing is saved, everything is being spent, and every income is being spent. Factors of production കിട്ടുന്ന ഇൻകം മൊത്തം സ്പെൻഡ് ചെയ്യുന്നു, ഒന്നും സേവ് ചെയ്യുന്നില്ല, ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിംപ്ലിഫൈഡ് എക്കണോമി, ഒരു ലീക്കേജ് ഒന്നും സംഭവിക്കാത്തൊരു സിംപ്ലിഫൈഡ് എക്കണോമിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ നമ്മൾ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ വാല്യൂവും കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് പറഞ്ഞു. സോ അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്, വി വിൽ ബി ഡിസ്കസിങ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ദിസ് സെഡ് example of income, expenditure and what? Production. Thank you.